The Real FM 103.6. ശ്രദ്ധ. സമസ്ത മേഖലകളിലും സാങ്കേതികവിദ്യ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വളർത്തു മൃഗങ്ങളുടെ വിപണനത്തിലും സാങ്കേതികവിദ്യയുടെ മാസ്മരിക സ്പർശം കടന്നുവരികയാണ്. കന്നുകാലികളുടെയും മറ്റു വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വ്യാപാരത്തിനായി സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നു. കേരള കന്നുകാലി വികസന ബോർഡ് ഇത് സംബന്ധിച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചർച്ചകൾ പൂർത്തിയാക്കി. സംസ്ഥാനത്തെ വളർത്തു പക്ഷിമൃഗാദികളുടെ വിപണനത്തിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ കൗതുകകരമായിരിക്കും. ഇതേക്കുറിച്ച് കേരള കന്നുകാലി വികസന ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു. കേരളത്തില് അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഗവൺമെന്റ് സർക്കാർ മീഡിയയിലേക്ക് ഓൺലൈനായിട്ട് പശു മൃഗാദികളെയും അതുപോലെ തന്നെ മറ്റ് കന്നുകാലികളെയും ഓമന മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വിൽക്കുന്നതിലേക്കും വാങ്ങുന്നതിലേക്കുമായിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കേരള കന്നുകാലി വികസന ബോർഡിലൂടെ നടപ്പിലാക്കുവാനായി ഉദ്ദേശിക്കുന്നു. പ്രധാനമായിട്ടും ഇതിന്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഒരു മൃഗത്തിനെ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ താല്പര്യമുള്ളവർക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് അവരുടെ ഉരുക്കളുടെ ഡീറ്റെയിലും അതിന്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം എത്തിക്കുവാനും ഇവരെ എവിടെ വെച്ച്, അതായത് ഈ മൃഗങ്ങളെ അവരുടെ ഫാമുകളിൽ വെച്ച് മീറ്റ് ചെയ്യാനുള്ള സൗകര്യം, അത് പോയി കണ്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം ഇതിലൂടെ തന്നെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ലഭിക്കുകയും ചെയ്യും. കേരള സർക്കാരിന്റെ പ്രത്യേകമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ഇപ്രകാരം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അതിന്റെ പ്രാരംഭ ചർച്ചകളെല്ലാം നടന്നു കഴിഞ്ഞു. ഏതാണ്ട് ഈ വർഷത്തിനുള്ളിൽ തന്നെ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനെല്ലാം നമുക്ക് കർഷകരെ ബാധിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഇടനിലക്കാരുടെ ഇടപാടുകളും അതുപോലെ കൃത്യമായ വില നിശ്ചയിക്കുന്നതിനും ഇതിന് സാധ്യമാകും. അതുമാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ക്വാളിറ്റി, അതായത് എത്രമാത്രം ഇതിന് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും അവയുടെ ബാക്കിയുള്ള പ്രത്യേകത മനസ്സിലാക്കി തന്നെ തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പ്രധാനമായിട്ടും ഇടനിലക്കാരുടെ ഒരു ചൂഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് വിലയിലുള്ള പ്രശ്നങ്ങൾ, അതായത് വില നിശ്ചയിക്കുമ്പോഴുള്ള ഇടനിലക്കാരുടെ പ്രശ്നമാണ്. മാത്രമല്ല, നല്ല ബ്രീഡുകളിൽപ്പെട്ടുള്ള മൃഗങ്ങളെ, പ്രത്യേകിച്ച് പെറ്റ് ഡോഗ്സിനെ ആണെങ്കിലും കാറ്റ്സിനെ ആണെങ്കിലും അതുപോലെ തന്നെ ഓർണമെന്റൽ ബേർഡ്സിനെയൊക്കെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ശ്രദ്ധ നമുക്ക് ചെലുത്താൻ പറ്റും. അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വെറ്ററിനറി ഡോക്ടേഴ്സിനും അതുപോലെ ടെക്നീഷ്യൻസിനും ഒക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുകയും കർഷകർക്ക് ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ ലഭിക്കുന്നതിനുള്ള ഒരു സൗകര്യം കൂടി ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഇതിന് ആദ്യത്തെ തുടക്കത്തില് നമ്മൾ ഇതിനകത്ത് മറ്റ് ഫീസോ മറ്റോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഫീസ് ഇതിൽ നിന്നും നമ്മൾ ഈടാക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് വിൽക്കുന്നവരിൽ നിന്നും വാങ്ങുന്നവരിൽ നിന്നും ഒക്കെ ഒരു ഫീസ് ഈടാക്കുവാനായിട്ട് അത് അടുത്ത ഫേസിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴുള്ളതെല്ലാം ഫ്രീ ആണ്. ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഇതിൽ ചേർത്ത് വരുമ്പോൾ മാത്രം ഉള്ള ചെലവുകൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇടപാടുകാർക്ക് മാത്രം. കേരളത്തിലെ ഗ്രാമീണ ജനങ്ങളുടെ മുഖമുദ്രയാണ് കന്നുകാലി ചന്തകൾ. കേവല കച്ചവട കേന്ദ്രങ്ങൾ മാത്രമല്ല ഈ ആഴ്ച ചന്തകൾ. അത് ഒരു സംസ്കാരത്തിന്റെ കൊടുക്കൽ വാങ്ങൽ ഭൂമിക കൂടിയാണ്. പുതിയ തലമുറയ്ക്ക് ഓൺലൈൻ വ്യാപാരം ഗുണം ചെയ്തേക്കാം. ഭാവിയിൽ ഈ മാറ്റം അനിവാര്യമാണ്. പ്രതികരിക്കുന്നു 2018 2022 സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് നേടിയ ബിജു ജോസഫ്, മാനേജിംഗ് ഡയറക്ടർ നവ്യ ഫാംസ്. ക്ഷീരമേഖല നമ്മൾ ഇപ്പൊ ഓൺലൈൻ ബിസിനസ് ആക്കാന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പശുക്കളുടെ ഡീറ്റെയിൽ, ഇത് പെഡിഗ്രി കിട്ടുക എന്നുള്ളത്, ഇതിന്റെ അമ്മയ്ക്ക് എത്ര പാല് കിട്ടി, അപ്പന്റെ അമ്മയ്ക്ക് എത്ര പാല് കിട്ടുമായിരുന്നു കാളയുടെ, അല്ലെങ്കിൽ ഇത് ജനിച്ചിട്ട് എത്ര നാളായി, അങ്ങനെ ഉള്ള ഡീറ്റെയിൽ ഉണ്ടാകുക എന്നുള്ളത്
പക്ഷെ കേരളത്തില് അങ്ങനെയുള്ള ഫാമുകൾ വളരെ അപൂർവമാണ്. ഇപ്പൊ നവ്യ ഫാമില് കൃത്യമായിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന്റെ ബർത്ത് വെയിറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന്റെ അമ്മയുടെ പാൽ എത്രയാണ്, അതിന്റെ ബുള്ള ഏതായിരുന്നു, എല്ലാ ഡീറ്റെയിലും ഉണ്ട്. പക്ഷെ അങ്ങനെ നോക്കി അങ്ങനെ ഡീറ്റെയിൽ കിട്ടുന്ന ഡീറ്റെയിലോട് കൂടി വാങ്ങുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് എന്തിനും അത് നല്ലതാണ്. പക്ഷെ ഇന്ത്യയിൽ എത്ര ഫാമുകൾ ആ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. പക്ഷെ അങ്ങനെ ഒരു ഡാറ്റ കിട്ടി വാങ്ങുകയാണെങ്കിൽ കർഷകർക്ക് നല്ലതാണ്. പക്ഷെ കേരളത്തില് അങ്ങനെ ഡാറ്റയോടുകൂടി വാങ്ങുന്ന കർഷകര് ഇനിയിപ്പോ ഭാവിയിൽ പുതിയ ജനറേഷൻ ആളുകള് ഈ കൃഷി മേഖലയിലേക്ക്, പ്രത്യേകിച്ച് പശു വളർത്തല് അല്ലെങ്കിൽ ഇതുപോലുള്ള മേഖലകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എത്തുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും. അടുത്തൊരു ജനറേഷനെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു പശു വളർത്തല് ഒരു ജനറേഷൻ എന്ന് പറയുന്നത് മിനിമം 3 അല്ലെങ്കിൽ 3.5-4 വർഷത്തോളം എടുക്കും. ഒരു തലമുറ മാറി അതിന്റെ അടുത്ത ഒരു തലമുറയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് വലിയൊരു പ്രോസസ്സാണിത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിലും എല്ലാം കമ്പ്യൂട്ടറിലുണ്ട്. ഞങ്ങൾ അതൊക്കെ നോക്കി അതുപോലെയാണ് ചെയ്തു പോകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത ഒരു ഫാം നല്ല രീതിയിൽ വിജയിക്കുള്ളൂ. ഇനി ഫ്യൂച്ചർ ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആ ഒരു മാറ്റം ഈ മേഖലയിൽ കൊണ്ടുവരണം. നമ്മൾ വിദേശത്ത് പോകുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും അതുപോലെയാണ്. ഇതിന്റെ എല്ലാ ഡീറ്റെയിലും ഹിസ്റ്ററി എല്ലാം നമുക്ക് അറിയാൻ പറ്റും. എത്ര പാല് കിട്ടിയെന്നും എത്ര പ്രാവശ്യം ഇതിനെ കുത്തിവെച്ചെന്നും ഇതെല്ലാം അസുഖങ്ങൾ ഉണ്ടായെന്നും എത്ര ബർത്ത് വെയിറ്റ് ഉണ്ടായി, എത്ര മാസത്തിലാണ്. ഇത് ശരിക്കും ഇനിയത്തെ ഒരു കാലഘട്ടത്തിൽ കർഷകർക്ക് അത് ഒത്തിരിയേറെ ഗുണം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. വളർത്തു മൃഗങ്ങളുടെ വിപണനം പൂർണ്ണമായി ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ വർഷങ്ങളോളം ഈ മേഖലകളിൽ ഉപജീവനമാർഗം സ്വീകരിച്ചവരുടെ കാര്യം ആശങ്കാജനകമാണ്. 35 വർഷത്തോളം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സഫ ഫെറ്റ്സ് സെന്റർ നടത്തിവരുന്ന സെബാസ്റ്റ്യൻ ആന്റണിയുടെ വാക്കുകൾ. ഇന്നത്തെ പേപ്പറിലെ ഓൺലൈൻ വ്യാപാരം പെറ്റ്സ് ഐറ്റംസിന് വളർത്തുപക്ഷികൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഓൺലൈൻ വ്യാപാരം പ്രോത്സാഹിപ്പിക്കും എന്നൊരു ന്യൂസ് കാണുന്നുണ്ടായി. എന്റെ അഭിപ്രായത്തിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഓൺലൈനിൽ ഇപ്പോൾ തന്നെ പ്രൈവറ്റായിട്ട് പലരും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ കൊറോണ കാലയളവിൽ കുറെ ചെയ്തു എന്നല്ലാതെ ഇപ്പോൾ അത് ഏകദേശം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, ഓൺലൈൻ വ്യാപാരം നടത്തി ഓരോ പക്ഷികളെയും മറ്റും ചെറിയ ജീവജാലങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. പെറ്റ് ഷോപ്പുകളിൽ മിക്കവാറും എല്ലാവരും ഞാൻ ഇത്ര വാങ്ങിയിട്ടുണ്ട്, ഇതിന് എത്ര വിലയുണ്ടായിരുന്നു, ഇതെങ്ങനെ ബ്രീഡ് ആവും, ഇതിന് എത്ര ആയുസുണ്ട്, ഇതിന് ഈ രോഗം വന്നാൽ എന്ത് ചെയ്യണം. അത് നമ്മളെക്കാളൊക്കെ വളരെയധികം പുരോഗമിച്ച മറ്റു രാജ്യങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും ഈ ഓൺലൈൻ വ്യാപാരം ഈ ഫീൽഡില് വിജയിക്കുന്നത് കാണുന്നില്ല. മറ്റുള്ള ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിലും പെറ്റിന്റെ ഓൺലൈൻ വ്യാപാരം അവിടെ ഒന്നും വിജയിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇതൊരു അഭിപ്രായം തോന്നുന്നില്ല. പെറ്റിന്റെ ഐറ്റംസ് ഓൺലൈൻ വ്യാപാരം ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. വാങ്ങുന്നവരുടെയും കൊടുക്കുന്നവരുടെയും വിവരങ്ങൾ എല്ലാം സുതാര്യമായിട്ടാണ് ഈ ഓൺലൈൻ സംവിധാനം ഒരുങ്ങുന്നത്. കോഴിക്കോട് പബ്ലിക് റിലേഷൻ ഓഫീസർ, മൃഗസംരക്ഷണ വകുപ്പും വെറ്ററിനറി സർജനും കൂടിയായ ഡോക്ടർ ഷഫ്ന മുഹമ്മദ് അലി. വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വ്യാപാരത്തിന് വേണ്ടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വരികയാണ്. ഇതൊരു ഗവൺമെന്റ് അംഗീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കും. കന്നുകാലികളുടെയും വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളെയുമാണ് ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ കേരള കന്നുകാലി വികസന ബോർഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുകളുമായി ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരിക്കുകയാണ്. ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് നേരിട്ട് ഓൺലൈൻ വഴി ഉരുക്കളെ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ വാങ്ങാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത്. അതായത് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗങ്ങളുടെ വിവരങ്ങൾ, അതായത് അവരുടെ ഫോട്ടോ, വീഡിയോ, അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നുള്ള ബ്രീഡിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവയുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, അവരുടെ ആരോഗ്യപരമായ നില, തന്നെ മറ്റ് രേഖകൾ, ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയി. ഈ മൃഗങ്ങളുടെ എല്ലാ വിവരങ്ങളും, അതായത് അവരുടെ സ്പീഷീസ്, അത് ഏത് ഇനത്തിൽപ്പെട്ടതാണ്, അതിന്റെ വില എത്രയായിരിക്കും, അത് എവിടെയാണ് ഉള്ളത്, അങ്ങനെ ആ തരത്തിലുള്ള നമുക്ക് ഈ ഒരു മൃഗത്തിനെ വാങ്ങാൻ ആവശ്യമായ രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് നേരിട്ടോ അല്ലെങ്കിൽ ലേലം വഴിയോ ആയിരിക്കും പക്ഷി മൃഗാദികളെ നമുക്ക് വാങ്ങാൻ സാധിക്കുക. ഇതോടൊപ്പം തന്നെ ഡെസ്പാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗതാഗത ഏജൻസി പോലും ഇതുമായി ലിങ്ക്ഡ് ആയിട്ട് തന്നെ നമ്മൾ
ഈ ഒരു സംവിധാനവുമായി ഒരുക്കുന്നതായിരിക്കും. വെറ്റിനറി ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ഒരു ഡോക്ടറുടെ അംഗീകൃത ഡോക്ടറുടെ വെറ്റിനറി ഹെൽത്ത് സർട്ടിഫിക്കറ്റും വ്യാപാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എല്ലാ വിവരങ്ങളും തന്നെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭ്യമായിരിക്കും. വാങ്ങുന്ന ആൾക്കാരുടെയും മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെ വിൽക്കുന്ന ആൾക്കാരുടെയും KYC അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ വളരെ സുതാര്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വരാൻ പോകുന്നത്. ഇത് ലക്ഷ്യമിടുന്ന ഉപയോക്താക്കൾ എന്ന് പറയുന്നത് പ്രാഥമികമായും കർഷകരും കന്നുകാലി വളർത്തുന്നവരും ക്ഷീര സംരംഭകരും കോഴിഫാം ഉടമകളും എല്ലാം തന്നെ ഇതിന്റെ ഉപഭോക്താക്കളായിരിക്കും. അതുപോലെ തന്നെ മൃഗസംരക്ഷണ കേന്ദ്രങ്ങളിലും സന്നദ്ധ സംഘടനകൾക്കും, എന്തിനു പറയാൻ വെറ്റിനറി ഡോക്ടേഴ്സും മൃഗസംരക്ഷണ വിദഗ്ധർക്ക് പോലും ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിലവിൽ വന്നാൽ സാധിക്കുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിലവിൽ കർഷകർക്കായാലും വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർക്കായാലും കൃത്യമായ ഒരു നമുക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലഭിക്കുന്നതിലൂടെ ഒരു തരത്തിലുള്ള ചതിയിലും പെടാതെ നീതിയുള്ള നല്ലൊരു വിലയ്ക്കും അതിനൊത്ത ആരോഗ്യസ്ഥിതിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല രീതിയിൽ നമുക്ക് ഈ പക്ഷിമൃഗാദികളെ നമുക്ക് ലഭിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ആധുനിക സാങ്കേതിക വിദ്യ വളർത്ത് മൃഗങ്ങളുടെ വിപണനത്തിലേക്ക് കടന്നുവരുമ്പോൾ ഗുണനിലവാരമുള്ള കച്ചവടം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളർത്തു മൃഗങ്ങളുടെ കച്ചവടത്തിൽ ഏർപ്പെടുന്ന സാങ്കേതിക സാക്ഷരത നേടാത്ത നാട്ടിൻപുറത്തെ ഉപഭോക്താക്കൾ കബളിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇതോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.